വീട്ടിൽ ഉമ്മയും ഉപ്പയും നിങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ അടിപിടി എന്തിലാ? ഫോണ് അല്ലേ? രണ്ടാമത്തെ എന്താ? പഠിക്കാന്. മൂന്നാമത്തെ എന്താ? വീട്ടിക്ക് വേഗം വരാന്. നാലാമത്തെ എന്താ? കുളിക്കാനോ? കുളിക്കാന്. പിന്നെ അഞ്ചാമത്തെ എന്താ? നഖം മുറിക്കാന്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാല് ഉമ്മാന്റെ ഉപ്പാന്റെ അമ്മയുടെ അച്ഛന്റെ ഈ പരാതികളും ഈ ഉപദേശങ്ങളൊക്കെ നിൽക്കുന്നു? നിങ്ങൾക്ക് തോന്നണ്ടാ? വെറുതെ ആട്ടോ, വെറുതെ തോന്നണേ. 33 വയസ്സ് റണ്ണിങ്ങാ, 33 വയസ്സ് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും രാവിലെ എന്റെ ഉമ്മച്ചിന്നെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല മോളെ, ഈ വണ്ടിയിൽ എണ്ണ അടിച്ച, ഈ രാവിലെ മരുന്ന് കുടിച്ചാ, ഈ ഒന്നും കുളിക്കലില്ലേ, ഈ ഒന്നും പല്ലേക്കലില്ലേ? 3 കുട്ടികളെ വളർത്തുന്ന ഉമ്മയാ ഞാന്. എന്നിട്ട് ഇപ്പോഴും എന്റെ ഉമ്മച്ചി എന്നോട് ചോദിക്കുന്ന്. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ഉമ്മച്ചി അല്ലാതെ വേറെ ആരും അത് ചോദിക്കൂലേ. അതാണ് എന്റെ ഒരു പ്രത്യേകത. എന്റെ ഉമ്മയല്ലാണ്ട് വേറൊരു മനുഷ്യരെ ഈ ഭൂമിയിൽ എന്നോടൊന്നും ചോദിക്കൂല. കാരണം ആ ഉമ്മയോളം, ആ അച്ഛനോളം എന്നെ സ്നേഹിക്കുന്ന മറ്റൊരു മനുഷ്യൻ ആരാ ഉള്ളത് ഭൂമിയില്? കാരണം അവരോളം എനിക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരായി ഭൂമിയിൽ ഉള്ളത്? ആലോചിച്ചോക്കി, ആ ഉമ്മയില്ലേ, നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെ കുഞ്ഞു വയറ്റില് ഒരൊറ്റ സെല്ലായി നമ്മൾ വളരുന്നുണ്ട് എന്നറിയുന്ന നിമിഷം മുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരുണ്ട് ഇല്ലേ? പ്രയാസം അനുഭവിക്കുന്ന അമ്മമാരുണ്ട്. പ്രസവിക്കുന്നവരെ അവർക്ക് ഛർദിയാ, ഓക്കാനോ, ഒന്നും തിന്നാൻ കഴിയൂല. ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോഴത്തിന് തുടങ്ങും ഛർദിക്കാൻ വരാന്. ഭക്ഷണത്തിന്റെ സ്മെല്ലടിക്കുമ്പോഴത്തിന് തുടങ്ങും ഓക്കാനം വരാന്, ഛർദിക്കാൻ വരാന്. ഏതെങ്കിലും ഉമ്മമാരോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? എടി, ഞാൻ എന്റെ 10 മാസം ഛർദിച്ച് പറ്റില്ലേന്ന് പറഞ്ഞിടാ? കണ്ണമംഗലത്ത് പറഞ്ഞിടാ? ഞങ്ങളെ നിലമ്പൂരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരമ്മയും പറയൂല അല്ലേ? കൂടെ അങ്ങ് അമ്മയ്ക്ക് സഹിക്കാണ്ടാവുമ്പോ അമ്മ പറയുന്ന ഒരു കാര്യ. അതെന്താ? എത്ര മാസം കൊണ്ടിടുന്നില്ലേ എന്നാ പറയാ? 10 മാസം ഇല്ലേ? എടി, അന്നെ ഞാൻ 10 മാസം കൊണ്ടിടുന്നില്ലേ? എടാ, അന്നെ ഞാൻ 10 മാസം കൊണ്ടിടുന്നില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അത് കള്ളല്ലേ പറയണേ? 10 മാസം കൊണ്ടിടന്നിട്ടുണ്ടാ? കണ്ടമംഗലത്ത് ഏതെങ്കിലും കുട്ടി അമ്മേന്റെ പള്ളേന്റെ ഉള്ളിൽ 10 മാസം കിടന്നിട്ടുണ്ടാ? ഞങ്ങള് നിലമ്പൂര് കിടന്നിട്ടില്ല. കണ്ണമംഗലത്തും കിടക്കൂലേ? 10 മാസം ഒന്നും പള്ളേന്റെ ഉള്ളിൽ കിടക്കൂല. 9 മാസവും 10 ദിവസം അല്ലേ? 9 മാസവും 10 ദിവസം മാക്സിമം ടൈം. അതിൽ കൂടുതൽ കിടക്കൂല. അതൊരു പഞ്ചിന് ഉമ്മ കൂട്ടി പറഞ്ഞതാ. 10 എന്നൊക്കെ പറയുമ്പോഴല്ലേ ഒരു പഞ്ചുള്ളൂ അല്ലേ? 9ഉം 10 ദിവസം എന്ന് പറയുമ്പോൾ രസമില്ലല്ലോ. അപ്പൊ പഞ്ചിന് ഉമ്മ എന്ത് പറഞ്ഞു? 10 മാസം നിന്നെ ഞാൻ ഗർഭം ചുമന്ന് നടന്നില്ലേന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അതാ നമ്പറിൽ ഒതുക്കേണ്ടതല്ല. 10 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ ഒതുക്കേണ്ടതല്ല 10 മാസങ്ങളുടെ കണക്ക്. ആ 10 മാസം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ പറഞ്ഞതുപോലെ നിൽക്കാണ്ട് ഛർദിക്കും. നിങ്ങൾക്കറിയോ, നമുക്കൊക്കെ ഛർദി, ഒരുപക്ഷെ ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ട് ഛർദിയൊക്കെ ഉണ്ടായ ആളുകളായിരിക്കും നമ്മളൊക്കെ. ഒരു ദിവസം മുഴുവനായിട്ട് ഛർദിച്ചാല് അടുത്ത ദിവസം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? എങ്ങടെ കൊണ്ടുപോവാ? പാർക്കോ? എങ്ങടെ കൊണ്ടുപോവാ? ഹോസ്പിറ്റലിലേക്ക് അല്ലേ? അടുത്ത ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ച് ആ നിലവിടി ശബ്ദമൊക്കെ ഇട്ടിട്ട് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ നിന്ന് 2ാമത്തെ 3ാമത്തെ ദിവസം നമ്മൾ ഛർദിച്ചാലോ? അവര് നമുക്ക് IV ഒക്കെ തരും, നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ തരും. എന്നിട്ട് നമ്മൾ ഛർദിച്ചാലോ? നമ്മൾ ICUലേക്ക് മാറ്റും. അവിടുന്ന് ഛർദിച്ചാലോ? ICU ചിലപ്പോൾ നമുക്ക് വെന്റിലേഷൻ തരാൻ വേണ്ടിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത്രയും ജീവന് അപകടം വരുത്തുന്നതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെ ഛർദിച്ച് ഗർഭം ചുമന്ന് നടന്നതാ ഓരോ അമ്മമാരും. ഒരമ്മയും പരാതി പറഞ്ഞിട്ടില്ല അല്ലെ? ഈ വയറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ, ആ വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നീന്തി തുടിച്ചില്ലേ? തുള്ളി കളിച്ച് നടന്നില്ലേ? വലുതാവുന്നുണ്ട് നിങ്ങളൊക്കെ. പ്രസവിക്കുമ്പോഴത്തേന് 3-4 കിലോ വെയിറ്റ് വരുന്ന ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വലുതാവുന്നതിനനുസരിച്ച് അമ്മയുടെ വയറും ഇങ്ങനെ വീർത്ത് വരൂലേ? അമ്മയുടെ വയറ് വീർത്തത് ബിരിയാണി കഴിച്ചിട്ടാ? ആണോ? വയറ് നിറച്ച് ചോറുണ്ടിട്ടാണോ? അല്ല, അതിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുന്നുണ്ട്. 3-4 കിലോ വെയിറ്റ് വരുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ആ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന പ്ലാസന്റ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിന്റെ ഉള്ളിലേ. ഇതൊക്കെ കൂടെ എത്ര വെയിറ്റ് ഉണ്ടാവും എന്നറിയോ നിങ്ങൾക്ക്? എത്ര വെയിറ്റ് ഉണ്ടാവും?
എത്ര കിലോ ഉണ്ടാവും? 2 3 കിലോ 4 കിലോ 5 ലേല ഇന്നെങ്ങനെ ഉറപ്പിക്കോ? 6 കിലോ 7 8 അല്ലേ 9 അല്ലേ 10? പഠിച്ചോനെ, അതും 10 അല്ലേ? 10 കിലോ വെയിറ്റ് കൂടും. 10 കിലോ ഏകദേശം ഈ അമ്മയുടെ വെയിറ്റ് വരുന്നുണ്ട്. 10 കിലോ വെയിറ്റ് ഉള്ള ഒരു കരിങ്കല്ല് എടുത്തിട്ടേ നമ്മളെയൊക്കെ വയറ്റത്തങ്ങോട്ട് കെട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നടക്കാൻ പോയിട്ട് ഈ കസേരന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? എന്നിട്ട് അമ്മ ഇതുവരെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ 10 കിലോ വെയിറ്റ് ഞാൻ എന്റെ വയറ്റത്ത് കൊണ്ടുവച്ച് നടന്നില്ലേ എന്ന്? ഇല്ല, അമ്മ കണക്ക് പറയൂല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 3-ാം മാസം ചെല്ലുമ്പോഴേ ഡോക്ടർ പറയും ഇടതുവശത്തേക്ക് മാത്രം ചെരിഞ്ഞു കിടക്കണേന്ന്. ഡോക്ടർ അമ്മയോട് പറയും ഇടതുവശത്തേക്ക് മാത്രം ചെരിഞ്ഞു കിടക്കണം എന്ന്. അതെന്തിനാ? കുഞ്ഞുമായി ബന്ധപ്പെട്ട കുറെ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരേ വശം മാത്രം ചരിഞ്ഞു കിടന്ന രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് ആ ഭാഗം എന്തായിട്ടുണ്ടാവും? നംനെസ് വന്നിട്ടുണ്ടാവും. അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞ് നമുക്ക് തരിപ്പ് വന്നിട്ടുണ്ടാവും അല്ലെ? ആ കയ്യും കാലൊന്നും പിന്നെ അനക്കാനേ പറ്റൂല. പിന്നെ ഇങ്ങനെ നടക്കേണ്ടി വരൂല്ലേ ആ കയ്യും കാലം അനക്കാൻ കഴിയാണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ അമ്മ അതിനു പോലും പരാതി പറഞ്ഞിട്ടില്ല. അതൊക്കെ സഹിച്ച് ഈ കുഞ്ഞിന് വേണ്ടി ഇടതുവശത്തേക്ക് മാത്രം ചരിഞ്ഞു കിടന്ന് കുഞ്ഞിനെ വളർത്തിയ അമ്മ അവസാനം ഇതിന്റെ ഉള്ളിൽ മാത്രം കിടന്നാ മതിയോ? കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരണ്ടേ? അതിന്റെ ഉള്ളിൽ എന്ത് സുഖ അല്ലേ? ഒന്നാമത്തെ കാര്യം പഠിക്കണ്ട, സ്കൂളിൽ പോണ്ട. എന്റെ കുഞ്ഞ് ചെറിയ മോനുണ്ട്, UKG പഠിക്കുന്നവൻ ഇടയ്ക്ക് എന്നോട് പറയണതാ, അമ്മാന്റെ പള്ളയിൽ തന്നെ നിന്നാ മതിയായിരുന്നു. കാരണം എന്താ? രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പല്ല് വെച്ച് സ്കൂളിൽ പോണ്ടേ, സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്ക് ചെയ്യണ്ടേ, പഠിക്കണ്ടേ. അവനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ഭാരമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവൻ പറയാണ് തിരിച്ച് അമ്മയുടെ വയറിനുള്ളിലേക്ക് തന്നെ അങ്ങ് പോകാൻ പറ്റിയെങ്കിൽ എന്ന്. അവിടെ നല്ല സുഖ അല്ലേ? വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ച് അമ്മ കഴിക്കുമ്പോ കഴിച്ച്, അമ്മ ശ്വസിക്കുമ്പോ ശ്വസിച്ച്, അമ്മ എന്തെല്ലാമൊക്കെയാണോ തിന്നുന്നത് അതൊക്കെ അമ്മക്കും കിട്ടും അല്ലെ? അമ്മക്ക് എന്തൊക്കെയാണോ പോതി വരണത് അതൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കല്ലേ? അമ്മ അതൊക്കെ കഴിച്ച് നമ്മളിലേക്ക് എത്തി നമ്മളിങ്ങനെ വളർന്ന് വലുതായി വരിക. അങ്ങനെ ഒരു ദിവസം വരുമ്പോ അമ്മയ്ക്ക് ലേബർ പെയിന് വന്നു, പ്രസവ വേദന വന്നു. അമ്മ പ്രസവിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രസവ വേദന നമ്മുടെയൊക്കെ ശരീരത്തില് ഒരെല്ല് പൊട്ടിയിട്ടുണ്ടാവും. ഒരെല്ലല്ല, 21 എല്ലുകള് 21 എല്ലുകൾ ഒരേ സമയം പൊട്ടുമ്പോ എങ്ങനെ ഉണ്ടാവും വേദന? സുഖാണോ ഉണ്ടാവുക? വേദനയാണോ ഉണ്ടാവുക? വേദനയല്ലേ ഉണ്ടാവുക? സുന്ദരികളെ, വേദന ഉണ്ടാവോ? സുന്ദരന്മാരെ, വേദന ഉണ്ടാവോ? തീർച്ചയായിട്ടും. 21 എല്ലുകള് ഒരേ സമയം പൊട്ടുന്ന വേദന സഹിച്ചുകൊണ്ടാ ഓരോ അമ്മയും നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ അമ്മയോളം ആ അച്ഛനോളം നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചങ്കും കരളും ബെസ്റ്റിയും ഈ ഭൂമിയിൽ ഇല്ലാന്ന്. അതുകൊണ്ട് ഈ സമയത്ത് ആ അമ്മ ഒരു പക്ഷെ നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് എങ്കിൽ അത് ഇഷ്ടക്കൂടുതലുണ്ടാ. നേരത്തെ കിടന്നുറങ്ങാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത് സ്നേഹക്കൂടുതൽ കൊണ്ടാ. സമയത്ത് ഭക്ഷണം കഴിക്കുവാനും പഠിക്കുവാനും നഖമുറിക്കുവാനും കുളിക്കുവാനും വൃത്തിയായി നടക്കുവാനും നല്ല പെരുമാറ്റം ശീലിക്കുവാനും പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും മികച്ചവനാകണമെന്ന്, ഏറ്റവും മികച്ചവളാവണമെന്ന് ആ അമ്മ നിങ്ങളെക്കാളേറെ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ അമ്മ തരുന്ന, അച്ഛൻ നൽകുന്ന ഉപദേശങ്ങളില്ലേ, അത് ചിലപ്പോ കയ്പേരിക്കും. കുറച്ച് കഴിയുമ്പോ നമ്മള് ചിന്തിക്കും, അമ്മ എന്നെ ഗൈഡ് ചെയ്തത് കൊണ്ടല്ലേ, അച്ഛൻ എന്റെ കൂടെ ഇങ്ങനെ താങ്ങും തണലും കരുത്തുമായി കൂടെ ഉണ്ടായത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഇത്രയും ജീവിതത്തിൽ നേടാൻ സാധിച്ചത് എന്ന്. ആ സമയം എത്താൻ കാത്തിരിക്കണ്ട. ഇപ്പോഴേ അമ്മയെ അനുസരിക്കുക, ഇപ്പോഴേ അച്ഛനെ അനുസരിക്കുക. ആത്മാർത്ഥമായി ഒരു നന്ദിയും നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഉപാധികളില്ലാത്ത സ്നേഹം അമ്മയ്ക്ക് അച്ഛനുണ്ടാവുക. ഉപാധികൾ ഉണ്ടാവില്ല, പകരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നാൽ അവർ സ്നേഹിക്കും. ഇല്ലേ? നിങ്ങളൊക്കെ കേട്ട് കാണും, കുറച്ച് നാളുകൾക്ക് മുൻപേ അഫാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ അവന്റെ കുടുംബത്തിൽ 5 പേരെ അല്ലെ തലക്കടിച്ച് കൊന്നത്. പക്ഷെ അമ്മ ഭാഗ്യവശാൽ അമ്മ മരണപ്പെട്ടില്ല.
അമ്മ മരിച്ചില്ല. ദിവസങ്ങൾക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം അമ്മയോട് പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന്. പുറത്ത് നടന്നതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. വേറെ 5 പേരെ കൊല ചെയ്തത്, അവൻ പിടിക്കപ്പെട്ടത്, ഇത്രയേറെ സെൻസേഷണലായ ന്യൂസായി മാറിയത്, അവന് ശിക്ഷ വിധിക്കപ്പെട്ടത്, ഇതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയോട് പോലീസ് ചോദിക്കുകയാണേ, നിങ്ങൾക്ക് എന്തേ പറ്റീന്ന്. അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് പിന്നെ ഡോക്ടറെ, ഞാൻ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണതാന്ന്. ഞാന് കട്ടിലിൽ നിന്ന് താഴേക്ക് വീണതാ എന്ന് പറയാ അമ്മ. ഇതാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് അമ്മയുടെ സ്നേഹം. മക്കൾക്ക് ഒരു ആപത്ത് വരാനും അവർ ആഗ്രഹിക്കുകയില്ല. ഇനി അമ്മയുടെ തലയറുത്ത് ആ തല പിടിച്ചു പോകുമ്പോഴും വഴുതി വീഴാൻ ഒരുങ്ങുന്ന അമ്മയോട് കയ്യിലുള്ള ആ തല പറയും, അമ്മേന്റെ കുഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ, വഴുതി വീഴരുത്, ചതിക്കുഴികളിലൊന്നും പെട്ടുപോകരുത്, സൂക്ഷിക്കണേ എന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരാ നിങ്ങളുടെ അമ്മമാര്. ആ അമ്മമാരെയും അച്ഛന്മാരെയും ബഹുമാനിക്കുക, സ്നേഹിക്കുക. അവര് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളുടെ നമുക്ക് ഗുണപാഠമുണ്ട്. വലിയ വലിയ നല്ല ഭാവി സംവിധാനിച്ചു തരാനുള്ള ഉപദേശങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഈ സമയം ഏറ്റവും മനോഹരമായി നമ്മൾ കൈകാര്യം ചെയ്യുക. ഇനി ഈ പീരീഡിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒരുപാട് ചേഞ്ചസ് വന്നോണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും, അതും അല്ലെങ്കിൽ ഈ മുൻപിലിരിക്കുന്ന സുന്ദരന്മാരെയും സുന്ദരികളെയും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുമ്പ് ചെറിയൊരു കാര്യം കൂടെ, ഒരു മെഡിക്കൽ നോളേജ് ആണ് കേട്ടോ. നോക്കൂ, ഡോക്ടർ ഇവിടെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടറുടെ കയ്യിലെ മസിൽസ് ഈ മൈക്കിന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ചലിക്കുമ്പോ കാലിലെയും കയ്യിലെയൊക്കെ പേശികള് മസിൽസ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ രാസപ്രവർത്തനങ്ങൾ ബോഡിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾ പലരും അടുത്തുള്ള ആളെ തോണ്ടുന്നുണ്ട്, തട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ചിലർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ആക്ടിവിറ്റീസും പലരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊന്നും വേണ്ട. നമ്മൾ ഇന്റേണൽ ബോഡിയിൽ, ശരീരത്തിന്റെ ഉള്ളില്, നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു അവയവം ഉണ്ടല്ലേ, സെന്ററിലുള്ള ഒരു അവയവം കുറച്ച് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട്, അതാരാ? ഇറ്റ്സ് ഹാർട്ട്, ഹൃദയം. ഈ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ ബീറ്റ് ചെയ്യുന്നുണ്ട്? എത്ര? 17ഓ 12ഓ? ആര് ആൻസർ പറഞ്ഞേ? മിടുക്കൻ. മോന്റെ പേര് പ്രണവ് ആൻസർ പറഞ്ഞു. പ്രണവിന് വേണ്ടി ഒന്ന് കൈയടിച്ചേ. സേ 1 2 3. വെരി ഗുഡ്. പ്രണവ് ആൻസർ പറഞ്ഞു 72. ഒരു മിനിറ്റിൽ 72 ടൈംസ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനി ഹാർട്ടിന്റെ 2 സൈഡിലും ലങ്സ് ഉണ്ടല്ലേ, ശ്വാസകോശം. ഈ ശ്വാസകോശം ഒരു മിനിറ്റിൽ എത്ര തവണ ചലിക്കുന്നുണ്ട്? എത്ര തവണ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട്? എത്രയാ? അതും 72 ആണോ? ഈ പട്ടി പിന്നാലെ കൂടേണ്ടി വരും 72 ടൈംസ് ഒക്കെ ബ്രീത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പട്ടി പിന്നാലെ കൂടി ചിലപ്പോ അങ്ങനെ 72 ടൈംസ് നമ്മൾ ബ്രീത്ത് എടുക്കും അല്ലേ. പക്ഷെ നോർമൽ ബ്രീത്ത് എന്ന് പറയുന്നത് 16 to 18 ആണ്. 16 മുതൽ 18 തവണയാണ് നോർമൽ ബ്രീത്തിങ് ടൈം. ഇനി നോക്കൂ, നമ്മുടെ കിഡ്നി, നമ്മുടെ വൃക്കകള് ശരീരത്തിൽ വരുന്ന 5 to 5.5 ലിറ്റേഴ്സ് വരുന്ന രക്തത്തെ മുഴുവനായും ശുദ്ധീകരിക്കുക. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജനിൽ നിന്നൊക്കെ ബ്ലഡിൽ എത്തുന്ന ടോക്സിസിറ്റി നിറഞ്ഞ വിഷം നിറഞ്ഞ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഓരോ സെല്ലുകളിലേക്ക് എത്താൻ പറ്റില്ല. ഇതിനൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉള്ളിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ജോലിക്കാരനെ വെച്ചിട്ടുണ്ടോ? നമ്മൾ പൈസയും വാടകയും കൊടുത്ത് ആരെയും വെച്ചിട്ടില്ല അല്ലെ. ശരീരത്തിന്റെ ഉള്ളില് ഒരു അവയവമുണ്ട്, ലിവർ. കരളിന്റെ കഷ്ണമായ നമ്മുടെ ലിവർ അല്ലെ. ഈ ലിവർ ഈ വരുന്ന രക്തത്തെ മുഴുവൻ ഇങ്ങനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക, പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ ഏറ്റവും പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഹോർമോൺ ഉണ്ട്. സുന്ദരികളൊക്കെ എന്ന് പറയണില്ല, നേരത്തെ ആന്ന് പറഞ്ഞ ആൾക്കാര് സുന്ദരികളെ, സുന്ദരന്മാരെ. വാവ്, സുന്ദരന്മാര് ആക്റ്റീവായ സുന്ദരികളെ ഒന്ന് എണീറ്റുന്നേ.
ചൂടെടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നിർത്തൂട്ടോ, കുറച്ച് കാര്യം കൂടെ പറഞ്ഞ് നമ്മള് നിർത്തും. ഓക്കെ, തൊപ്പി എടുത്തോ? തൊപ്പി തലയിൽ വെക്കണ്ട. തൊപ്പിയൊക്കെ തലേന്ന് എടുത്ത് വെച്ചോ. അപ്പൊ മിടുക്കന്മാരെ, നമ്മുടെയൊക്കെ ബോഡി ഇങ്ങനെ പോവാ. ഇരിക്കല്ലേ, ഇരിക്കല്ലേന്ന് നീറ്റക്ക്. ഓക്കെ, അതാ കുറച്ച് സുന്ദരന്മാർ അവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. ഹോൾ സ്റ്റാൻഡ് അപ്പ്. വെരി ഗുഡ്. ഇനി കൈ ഒന്ന് പൊക്കിക്കേ. രണ്ട് കൈയും ഒന്ന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തേ. ഒറ്റ തവണ ക്ലോക്ക് വൈസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. ക്ലോക്ക് വൈസ് അങ്ങട്ടാ ഇങ്ങട്ടാ? എങ്ങട്ടാ ക്ലോക്ക് വൈസ്? അത് നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിൽ എത്തിയിട്ട് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തോളൂ. യെസ്, ജസ്റ്റ് റൊട്ടേറ്റ്. ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റൊട്ടേറ്റ് ചെയ്യാം. മതി. ഇന്നെല്ലാരും ഇരുന്നേ. ഇപ്പൊ നോക്കൂ, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ എസെൻഷ്യലായി ഏറ്റവും നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് ഡോപാമൈൻ. ആ ഹോർമോണിന്റെ പേരാണ് ഡോപാമൈൻ. എന്താ പേര്? മറക്കരുതിട്ടോ, ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. എന്താ ഹോർമോണിന്റെ പേര്? ഡോപാമൈൻ. ഈ ഹോർമോണ് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളില് രണ്ട് ബ്രെയിനിന്റെയും ഇടയിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് രക്തത്തിലേക്ക് സെക്രീറ്റ് ആവുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപാമൈൻ ക്രഷ്. എന്തായിരുന്നു ഡോപാമൈൻ? എന്താ ക്രഷ് എന്ന് പറഞ്ഞപ്പോ ചിലരൊക്കെ ഇങ്ങനെ പിടിച്ചോ? ക്രഷ് എന്ന് പറഞ്ഞപ്പോ ചിലരൊക്കെ അയ്യേ ക്രഷോ? ക്രഷ് എന്ന് വെച്ചാൽ എന്താ? ക്രഷ് എന്ന് വെച്ചാൽ എന്താ? ഇടിച്ചു പൊടിക്കുക അല്ലേ? ഞാൻ പഠിച്ച ക്രഷിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇടിച്ചു പൊടിക്കുക എന്നുള്ളതാ. നിങ്ങൾ ചിരിച്ച ക്രഷ് ഏതാ? ആ ക്രഷിലേക്ക് നമ്മൾ വരാൻ പോണേ. അപ്പൊ ഈ ക്രഷ് ഏത് ക്രഷാ? ഡോപാമൈൻ റിലീസിംഗ് ഫ്രം സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഈ ഡോപാമൈൻ ഇങ്ങനെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്നും റിലീസ് ചെയ്ത് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപാമൈൻ ക്രഷ്. ഈ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാ നമ്മുടെ ശരീരം ഇങ്ങനെ ഭംഗിയായി മനോഹരമായി പ്രവർത്തിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഹോർമോണിന് എപ്പോഴൊക്കെ ഉണ്ടാവാന്നറിയോ നിങ്ങൾക്ക്? ഈ ഹോർമോൺ എപ്പോഴൊക്കെ ഉണ്ടാവാന്നറിയോ? അപ്പൊ കുഞ്ഞുങ്ങളെ, ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്ന് ഡോപാമൈൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോപാമൈൻ ഉണ്ടാവണം. ഇനി ഡോപാമൈൻ ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഡോപാമൈൻ എന്ന് പറയുന്ന ഹോർമോണിന് വേറെ കുറെ പേരുകളൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഹാപ്പി ഹോർമോൺ, ഇറ്റ് ഈസ് ഫീൽ ഗുഡ് ഹോർമോൺ, ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി ഹോർമോൺ. അഥവാ സന്തോഷമുണ്ടാക്കുന്ന, നമുക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന, നമ്മുടെ സമാധാനം അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഈ ഡോപാമൈൻ ഹോർമോൺ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തില് ഈ ഡോപാമൈൻ ഉണ്ടാവുക എപ്പോഴാ? നമ്മൾ സന്തോഷിക്കുമ്പോഴാ. അതും അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാ, നമ്മൾ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാ. കുറച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഡോപാമൈൻ ഉണ്ടാവും അല്ലേ? ഡോപാമൈൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. കാരണം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പ്രൈസ് കിട്ടാൻ പോവാണ്, അംഗീകാരം കിട്ടാൻ പോവാണ്. നിങ്ങൾ പഠിച്ചതിന്, നിങ്ങൾ നേടിയെടുത്തതിന്, നിങ്ങൾ വിജയം കരസ്ഥമാക്കിയതിന് തക്കതായ പ്രതിഫലം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഇത്രയേറെ മനുഷ്യന്മാർക്കിടയിൽ വെച്ച് അംഗീകരിക്കുക. വെൽ ഡൺ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇനിയും ജീവിതത്തിൽ ഇത് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ അംഗീകരിക്കും. ഈ അംഗീകരിക്കുന്ന സമയത്ത്, നല്ലത് എന്ന് പറയുന്ന സമയത്ത്, ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണിന്റെ പേരാണ് ഡോപാമൈൻ ഹോർമോൺ. വെള്ളം എല്ലാവർക്കും കൊടുക്കാനില്ലേ? ഉണ്ട്, എല്ലാവർക്കും എത്തൂട്ടാ. ചുരുക്കി പറഞ്ഞ ആക്രാന്തം കാണിക്കണ്ടാന്ന്. എല്ലാവരുടെ അടുത്തേക്കും വെള്ളം എത്തും. ഇഷ്ടംപോലെ വെള്ളം ഉണ്ട്. വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോട്ടെ? അതോ നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? കുറച്ചു നേരം വേണ്ട, കണ്ടിന്യൂ ചെയ്യാം. പാരന്റ്സ് എന്താ പറയണേ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് വേഗം നിർത്തണല്ലോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വെള്ളങ്ങൾ എടുത്ത് എല്ലാവരും എത്തൂട്ടോ. അപ്പോ നമ്മൾ
അംഗീകരിക്കപ്പെടുമ്പോ നമ്മൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യുമ്പോഴാണ്, നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ അംഗീകരിക്കപ്പെടുക. നന്നായി പഠിക്കുമ്പോ, എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ നന്നായി നമ്മൾ പെർഫോം ചെയ്യുമ്പോ, ഫസ്റ്റ് പ്രൈസ് വാങ്ങുമ്പോ, നല്ല ആക്റ്റീവായിട്ട് നമ്മൾ അതിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്, നല്ല ലീഡറായി മാറുമ്പോ, ദ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള നല്ല ബിഹേവിയർ ഉള്ള ആളായി മാറുമ്പോ, എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളായി തീരുമ്പോ, ഇങ്ങനെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അംഗീകരിക്കപ്പെടും. നമ്മളെ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കപ്പെടും. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് ഡോപ്പാമൈൻ എങ്കിൽ, നമ്മള് വീട്ടിൽ ചെന്ന് അമ്മയും അച്ഛനും നമ്മളെ കെട്ടിപ്പിടിച്ച് പുന്നാരിക്കുമ്പോ, നെറുകയിൽ ഉമ്മ വെക്കുമ്പോ, ടീച്ചർ നമ്മളെ വിളിച്ച് മറ്റു കുട്ടികൾക്കിടയിൽ വെച്ചിട്ട് നല്ല കുട്ടിയാണെന്ന് പറയുമ്പോ, ഇവളെ പോലെ ആവണമെന്ന് പറയുമ്പോ, ഇവനെ പോലെ ആവണമെന്ന് പറയുമ്പോ, കൂടെയുള്ള കൂട്ടുകാർ അവൾ എത്ര നല്ല കുട്ടിയാണെന്ന് പറയുമ്പോ, അവൻ മിടുക്കനാണെന്ന് പറയുമ്പോ, കുടുംബക്കാരും കസിൻസും എല്ലാവരും നമ്മളെ കുറിച്ച് നന്മകൾ മാത്രം പറയണമെങ്കിൽ അത് പറയിപ്പിക്കണം, അല്ലെ? ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന ഈ ഡോപ്പാമൈൻ ഇല്ലേ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വളരെ ആക്റ്റീവായിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക കേട്ടോ. കേട്ട് ഇവിടെ ഉപേക്ഷിക്കാനുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെച്ച് ഓരോ നാളും നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോവേണ്ട 3 കാര്യങ്ങളാണ്. അപ്പൊ ഡോക്ടർ നേരത്തെ സംസാരിച്ചത് നമ്മുടെ ഡോപ്പാമൈൻ ക്രഷിനെ കുറിച്ചാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം ഇങ്ങനെ ചലിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ഡോപ്പാമൈൻ ഉണ്ടാവണം. ഈ ഡോപ്പാമൈൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഹാപ്പി ആവണം. ഹാപ്പി ആവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം, നമ്മൾ അംഗീകരിക്കപ്പെടണം, നമ്മൾ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണം. പക്ഷെ ഉണ്ടല്ലോ, ഒരു നന്മയും ചെയ്യാതെ, ഇവിടെ നോക്കില്ലരും, ഒരു നന്മയും ചെയ്യാതെ, നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ, അമ്മയും അച്ഛനും നല്ല കുട്ടി എന്ന് പറയാതെ, അധ്യാപകരൊന്നും മിടുക്കനാണ് മിടുക്കിയാണ് എന്ന് പറയാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ, ഒരാളും നമ്മളെ കുറിച്ച് നല്ലതെന്നൊരു വാക്കുപോലും പറയാതെ, ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ഒന്നും കിട്ടാതെ, ഒരു വകയും പഠിക്കാതെ, ഒന്നിലും ആക്റ്റീവായി പങ്കെടുക്കാതെ, ചുരുക്കി പറഞ്ഞ നന്മയുള്ള നല്ലതായ ഒരു കാര്യം ചെയ്യാണ്ട് നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ ഉണ്ടാക്കുകയും നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എന്ന് പറയുന്ന, ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും ടോക്സിസിറ്റി നിറഞ്ഞ, ഏറ്റവും വിഷം നിറഞ്ഞ 3 കാര്യങ്ങളെ കുറിച്ചാട്ടോ പറയണത്. അപ്പോ ഒരു നന്മയും ചെയ്യാതെ നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കും. അതിലൂടെ ഡോപ്പാമൈൻ ഉണ്ടാകും. പക്ഷെ ഈ ഡോപ്പാമൈൻ പിന്നീട് ഉണ്ടാവണമെങ്കിൽ ഈ വിഷം നിറഞ്ഞ 3 കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് ശരീരം അങ്ങ് തീർച്ചപ്പെടുകയും ചെയ്യും. ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് നാർക്കോട്ടിക്സ്. The second thing is gambling, and the third last most thing is sexuality. ഈ 3 കാര്യങ്ങളാ. ഒന്നാമത്തെ എന്തായിരുന്നു? നാർക്കോട്ടിക്സ്. എന്താ നാർക്കോട്ടിക്സ്? നാർക്കോട്ടിക്സ് എന്താ? നാർക്കോട്ടിക്സ് എന്താ? ഡ്രഗ്സ് അല്ലേ? ലഹരി ഉണ്ടാക്കുന്ന, അഡിക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും. ലഹരി എന്ന് വെച്ചാൽ എന്താ? ഹിപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാല് വീണ്ടും കിട്ടണമെന്ന് തോന്നുന്ന, ഇപ്പൊ ഉപയോഗിച്ചാല് കുറച്ച് കഴിഞ്ഞാല് വീണ്ടും കിട്ടണമെന്ന് തോന്നിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നശിപ്പിക്കുന്ന, കള്ളായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, നാർക്കോട്ടിക്സ്, നിക്കോട്ടിൻ ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ MDMA ആയിക്കോട്ടെ, LSD ആയിക്കോട്ടെ, ഇന്ന് മാർക്കറ്റിൽ സിന്തറ്റിക് ആൻഡ് നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ അവൈലബിളാ. അത്രയേറെ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പല രൂപത്തിലും കഴിക്കാവുന്നത്, മണക്കാവുന്നത്, അതും അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കിയിട്ട് മുറിവിൽ ഇടാവുന്നത്, സ്റ്റിക്കർ രൂപത്തിൽ ഒട്ടിക്കാവുന്നത്, പുകയ്ക്കാവുന്നത്, ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ലഹരി പദാർത്ഥങ്ങള് നമ്മുടെ നാട്ടിൽ അവൈലബിളാ. പക്ഷേ ഞാനത് ഉപയോഗിക്കോ? നമ്മളത് ഉപയോഗിക്കോ? കൂട്ടുകാരെങ്കിലും നമുക്ക് തന്നാല് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവോ? ഇല്ല അല്ലേ? പലതരത്തിൽ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും.
പലതരത്തിലും ഡോക്ടറെ അടുത്ത് 8ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി വന്നേ. ഹൈ, സുന്ദരന്മാർ സുന്ദരികളോട് ഇല്ലേ? 8ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അവള് 2 വർഷമായിട്ട് അവള് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അവൾക്ക് ലഹരി കൊടുത്തത് ആരാന്നറിയോ? 10ാം ക്ലാസ് പഠിക്കുന്ന അവളുടെ സീനിയറിലൊരു പെൺകുട്ടി. എങ്ങനെയാ കൊടുത്തെന്നറിയോ? ബബ്ലി എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഇല്ലേ, കാഡ്ബറിയുടെ ഡയറി മിൽക്ക് ബബ്ലി എന്ന് പറയണ ആ മിഠായിക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവൾക്ക് കഞ്ചാവ് കൊടുത്തത്. കുട്ടി അത് അറിഞ്ഞില്ല, അവള് വാങ്ങി കഴിച്ചു. അടുത്ത ദിവസം അവൾക്ക് തോന്നുക ഇനിയും കിട്ടിയെങ്കിൽ ആ മിഠായിന്ന്. അവള് വേണ്ടി ഈ കുട്ടിയെ കാണാൻ വേണ്ടിട്ട് പോയി. അന്നും അവള് മിഠായി കൊടുത്തു. 3ാമത്തെ ദിവസം ഈ കുട്ടി മിഠായി കൊടുത്തു. 4ാമത്തെ ദിവസം മിഠായി കൊടുത്തു. 5ാമത്തെ ദിവസം മിഠായിക്ക് ചെന്നപ്പോഴേ ഈ കുട്ടി പറഞ്ഞു, ഇനി മിഠായി വെറുതെ തരൂല. ആ മിഠായിക്കുള്ളിൽ ഒരു സൂത്രമുണ്ട്. നിനക്ക് സന്തോഷവും ഭയങ്കരമായ ഒരു തരം ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ, ആ മിഠായി ഇനിയും തരണമെങ്കിൽ നീ എനിക്ക് പൈസ കൊണ്ടുവന്ന് തരണം. പൈസ കിട്ടിയില്ല. ഈ കുട്ടി എന്താ ചെയ്തേന്നറിയോ? വീട്ടിൽ അമ്മയുണ്ട്, അമ്മയുടെ 2 പവന്റെ മാല മോഷ്ടിച്ചു. 2 പവന്റെ മാല മോഷ്ടിച്ച് ഈ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുക. വലിയ കേസായി, പ്രശ്നങ്ങളായി. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒന്നും അല്ലാണ്ടായി തീർന്നു. പഠിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിലാ. കൗൺസിലിംഗ് മതിയില്ല, മെഡിസിൻ കൊടുത്തു നോക്കി മതിയില്ല, തെറാപ്പി കൊടുത്തു നോക്കി മതിയില്ല. അവളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മിഠായി തരുന്നത് നമ്മുടെ ചങ്കും കരളും ബെസ്റ്റിയും ഒക്കെ ആണെങ്കിലും വാങ്ങണ്ട. തൽക്കാലം എന്ത് ചെയ്യാ, അത് വാങ്ങി കഴിക്കണ്ട എന്ന് തീരുമാനിക്കുക. കാരണം അതിനുള്ളില് ഇത്തരത്തിലുള്ള സിന്തറ്റിക്കായ അല്ലെങ്കിൽ നോൺ സിന്തറ്റിക്കായ നമ്മുടെ നാഡികളെ നശിപ്പിക്കുന്ന ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്ര ഈസിലി അവൈലബിൾ ആ നമ്മുടെയൊക്കെ മുൻപില്. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞെ ഡോക്ടറെ അടുത്ത് വന്നിട്ട്, ഹൈ നിങ്ങളൊക്കെ അവിടെ ഇല്ലേ? നിങ്ങളോട് എന്നെ പറയണതേ, 6ാം ക്ലാസ് പഠിക്കുന്ന മോനെ കൗൺസിലിങ്ങിന് വന്നിട്ട് അവന് ലേണിംഗ് ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ടാ, പഠിക്കാൻ കുറച്ച് ചെറിയൊരു പ്രയാസം ഉള്ളത് കൊണ്ടാ കൗൺസിലിങ്ങിന് വന്നേ. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര കമ്പനിയായേ. അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു സാധനം എടുത്തിട്ട് ഡോക്ടറെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇത് എന്താ ഡോക്ടർക്ക് അറിയോന്ന്. അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവനെ കളിയാക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാ, ഡോക്ടറെ ഇതല്ലേ കൂള്, നിങ്ങൾക്ക് ഇത് അറിയില്ലേന്ന്. ഇതല്ലേ കൂള്, നിങ്ങൾക്ക് ഇത് അറിയില്ലേന്ന്. ഡോക്ടർ ഭയന്നുപോയി. അവൻ എന്നിട്ട് പറയാ, ഡോക്ടറെ ഇതൊന്ന് ചുണ്ടിന്റെ താഴെ വച്ചു നോക്കൂ, നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുന്ന്. എന്ത് കാണാൻ പറ്റും? സ്വർഗം കാണാൻ പറ്റും. ഇതേത് സ്വർഗ? നാളെ പടച്ചോൻ തരാൻ പോണ സ്വർഗാണോ? ഇല്ലേ? മരിച്ചൊക്കെ കഴിഞ്ഞാല് ഈ ഭൂമിയിൽ ചെയ്ത നന്മകൾക്കെല്ലാം പ്രതിഫലം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ആ ചെയ്ത നന്മകളുടെ പ്രതിഫലമായി കിട്ടുന്ന സ്വർഗാണോ? അല്ലെങ്കിൽ ഈ ഭൂമിയിലെ അമ്മയെയും അച്ഛനെയൊക്കെ സ്നേഹിച്ച് കൂടെയുള്ളവരെയൊക്കെ സ്നേഹിച്ച് നമ്മുടെ വീടിനെ നമ്മൾ സ്വർഗമാക്കി മാറ്റൂലേ? ആ സ്വർഗാണോ? അല്ല. ഈ സ്വർഗം ഏതാന്നറിയോ? ഈ കൂൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥവും കുറച്ച് നേരല്ലേ, അല്ലെങ്കിൽ ഈ പ്രായത്തിലല്ലേ ഉള്ളൂ, കുറച്ച് ഞാൻ നിർത്താലോ എന്ന് കൂടെയുള്ള ചങ്ക് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് തരുന്ന ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവനെ തന്നെ ഇല്ലാതെയാക്കുന്നതാണ്. കുറച്ച് ഞാൻ നിർത്താൻ പറ്റൂലേ? കുറച്ച് ഞാൻ നിർത്താൻ കഴിയില്ല. ഡോക്ടർ മുമ്പിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടെന്നറിയോ? 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങള്. അതൊരു എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയുടെ പുറത്ത് തുടങ്ങിയതായിരിക്കും. ഒരു പഫ് അല്ലേ വലിക്കുന്നുള്ളൂ, അതിനിപ്പോ എന്താന്നാ ചോദിക്കുക. അരുത്, ഒരൊറ്റ പഫ് മതി. അത് നമ്മളെ ന്യൂറോൺസിലൂടെ കടന്നുപോയി നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, നമ്മെ അങ്ങേയറ്റ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കും. ആ സമയത്ത് അതിനെയാണ് ആ സ്വർഗം എന്ന് പറയുന്നത്. പക്ഷെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ ഉണ്ടാവണമെങ്കിൽ, പിന്നെ ഹൃദയവും ശ്വാസകോശവും തലച്ചോറും വൃക്കകളും ലിവറും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മസിൽസ് അടിപൊളിയായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, അമ്മയെ അച്ഛനും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, നന്നായി പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, നല്ല മാർക്ക് വാങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ നന്മ നിറഞ്ഞ ഒരു കാര്യവും ചെയ്താലും പിന്നീട് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഡോപ്പാമൈൻ ഉണ്ടാവാത്ത സാഹചര്യം വരും. കാരണം എന്താ? ഈ ലഹരി ഉപയോഗിച്ചില്ലേ? ഈ ലഹരി ഉപയോഗിച്ചപ്പോ നമ്മൾ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഡോപ്പാമൈൻ ഉണ്ടായി. അതുകൊണ്ട് തലച്ചോറിന് മനസ്സിലായി, ഇത് വേണ്ട, പഠിക്കണ്ട, നല്ല കാര്യങ്ങൾ ചെയ്യണ്ട, നല്ലതെന്ന് പറയിപ്പിക്കണ്ട, ആർക്കൊരു ഉപകാരം ചെയ്യണ്ട.
ആർക്കും ഒരു ഉപകാരം ചെയ്യണ്ട, ആരോടും കാരുണ്യം കാണിക്കേണ്ട, എല്ലാവരോടും വെറുപ്പ് മാത്രം മതി, എല്ലാവരും ഉപദ്രവിച്ചാൽ മാത്രം മതി. പക്ഷെ ഡോപ്പമൈൻ ഈ ലഹരി ഉപയോഗത്തിലൂടെ ഉണ്ടാവുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു. ശരീരത്തിന് അത്രേ അറിവുള്ളൂ, നമ്മുടെ ശരീരത്തിന് അത്രേ അറിവുള്ളൂ. പക്ഷെ നമുക്ക് അറിവുണ്ടല്ലേ, നമുക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഒരു ലഹരി പദാർത്ഥവുമായി ഞാൻ ബന്ധപ്പെടുകയില്ല. കൂട്ടുകാരൻ എത്രേ എന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താലും, എത്ര രസമുള്ളതാണെന്ന് പറഞ്ഞാലും, എത്ര സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണെന്ന് പറഞ്ഞാലും, ലഹരിയുമായി ഞാൻ ബന്ധപ്പെടുകയില്ല എന്ന ചിന്തയിലേക്ക് തീർച്ചയായും ഇന്നിവിടെ കൂടിയ ഓരോ മക്കളും, ഓരോ സുന്ദരന്മാരും, ഓരോ സുന്ദരികളും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മക്കളെ, സമയം കിട്ടുമ്പോ അമ്മേനെയും അച്ഛനെയും കൂട്ടിയിട്ട് ഒരു ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് സന്ദർശിക്കാൻ പോവാ, ഒന്ന് കാണാൻ പോവാ. അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പ്രായമുള്ള മക്കള് സ്വന്തം ശരീരത്തെ പിച്ച് ചീന്തുന്നത്, മാന്തി പറിക്കുന്നത്, സ്വയം ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. ആർക്കും അടുത്തേക്ക് വരാൻ തോന്നൂല, വരുന്നവരൊക്കെ അവർ ഉപദ്രവിക്കും. ഈ രൂപത്തിൽ വിഭ്രാന്തി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ നഴ്സുമാരെ അടിക്കും, ഡോക്ടേഴ്സ് അടിക്കും. ശിക്ഷിക്കുകയല്ല, ചികിത്സിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായിട്ട് അത്രയേറെ പ്രയാസമുണ്ടാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും, മുഴുഭ്രാന്തന്മാരാക്കി മാറ്റും. എന്തിനാണ് നിമിഷ നേരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ശരീരത്തെ മുഴുവനായും ഇല്ലാതെയാക്കുന്നത്? സോ സേ നോ ടു ഡ്രഗ്സ്. സേ ലൗഡ്ലി നോ ടു ഡ്രഗ്സ്. സുന്ദരന്മാരെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, നോ ഡ്രഗ്സ്, നോ ഡ്രഗ്സ്, നോ ഡ്രഗ്സ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥവുമായി ഞാൻ ബന്ധപ്പെടുകയില്ല എന്ന ദൃഢവിശ്വാസത്തിലേക്ക്, ദൃഢപ്രതിജ്ഞയിലേക്ക് എൻ്റെ മക്കൾ എത്തുക. അതാണ് നാർക്കോട്ടിക്സ്. ഇനി സെക്കൻഡ് തിങ് ഈസ് ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? ചൂതാട്ടം. The gambling is nothing but mobile phone. ഇല്ലേ? ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഏറ്റവും വലിയ ചൂതാട്ടം എന്താണെന്നറിയോ? മൊബൈൽ ഫോണാ. മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ റിവൈസ്ഡ് കണക്ക് പ്രകാരം ഒരാൾക്ക് എത്ര സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന്, 2 വയസ്സ് വരെയുള്ള കുട്ടിക്ക് 0 ആണ് സ്ക്രീൻ ടൈം. ഒരിക്കലും ഫോൺ കൊടുക്കാൻ പാടില്ല. ഡോക്ടേഴ്സ് പറയാട്ടോ, സയന്റിസ്റ്റുമാര് പറയാണ്, മനസ്സിനെ പഠിച്ച, ശരീരത്തെ പഠിച്ച ശാസ്ത്രജ്ഞന്മാര് പറയാണ്, 2 വയസ്സ് വരെ കുഞ്ഞിന് 0 ആണ് സ്ക്രീൻ ടൈം. കൊടുക്കുകയേ ചെയ്യരുത് എന്ത് മൊബൈൽ ഫോൺ. ഇനി 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ 1 hour, 1 മണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. 1 മണിക്കൂർ സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എന്റർടൈൻമെന്റ് പേർപ്പസിനാണെങ്കിലും സ്റ്റഡി പേർപ്പസിനാണെങ്കിലും ടോട്ടൽ 1 hour ആണ് മാക്സിമം സ്ക്രീൻ ടൈം. ഇനി 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മാക്സിമം സ്ക്രീൻ ടൈം 2 hours ആണ്. 2 മണിക്കൂർ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. അത് ശരീരത്തിന് ഹാനികരമാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിന്, ബുദ്ധിക്ക് അതിലേറെ ഹാനികരമാണ്. അത് കഴിഞ്ഞ് 12 വയസ്സിന് മുകളിലേക്ക് എല്ലാവർക്കും മാക്സിമം സ്ക്രീൻ ടൈം 3.5 മണിക്കൂറാണ് പ്രിയപ്പെട്ടവരെ. ഇതിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആരുടെ ഫോണ്? പാരന്റ്സിന്റെ ഫോൺ അല്ലേ? അത് നിങ്ങളെ ഭാഗത്തേക്ക് തിരിഞ്ഞു പറയാൻ കാരണം എന്താണെന്നറിയോ? മൊബൈൽ അഡിക്ഷന് പറഞ്ഞിട്ടേ കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഡോക്ടറെ, ഉമ്മാന്റെ ഉപ്പാന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ആർക്കാ കൂടുതൽ മൊബൈൽ അഡിക്ഷൻ ഉള്ളത്? ആർക്കാ? ആർക്കാ മൊബൈൽ അഡിക്ഷൻ? ആ ഫോണില്ലേ? സന്തത സഹചാരികളാ. മൊബൈൽ ഫോണിന് ഒരു നിമിഷം പോലും മാറ്റി വെക്കാൻ തയ്യാറല്ല. അത്രയേറെ ഞാനുമായി ചേർന്നിരിക്കുന്ന മൊബൈൽ ഫോണിനെ ഉറങ്ങാൻ പോകുമ്പോ ഇവയാളെ വിട്ടു പിരിയണല്ലോ എന്നോർത്തിട്ട് എന്ത് ചെയ്യും? നേരെ തലേണയുടെ താഴേക്ക് വെക്കൂലേ? നേരെ തലയിണയുടെ താഴേക്ക് വെക്കും. രാവിലെ ഉണരുമ്പോ ആ പൂമുഖം കണ്ടാ ഉണരുന്നത് എന്ത്? മൊബൈൽ ഫോണേ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, മക്കളെടുത്ത് ഉപദേശിക്കുമ്പോ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം അതാണ് കേട്ടാ. കുട്ടികൾ ചോദിക്കും, ഉമ്മക്കും ഉപ്പക്കും പറയാലേ ചെയ്യാൻ അറിയൂലേന്ന്.
ആരാ കുട്ടികളുടെ ആദ്യത്തെ മാതൃക? നമ്മളാണ്. നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്, നമ്മളെ കണ്ടാണ് അവര് മോട്ടിവേറ്റഡ് ആവുന്നത്. അമ്മയും അച്ഛനും എന്റെ കുഞ്ഞ് എങ്ങനെയാവാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാനാവുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി. കുറെ പറഞ്ഞു കൊടുക്കുന്നു വേണ്ട, പകർന്നു കൊടുത്താൽ മതി എന്റെ ജീവിതത്തിലൂടെ. എന്റെ മകൻ കരുണയുള്ളവനാവണമോ, ഞാൻ കരുണയുള്ളവളാവുക. എന്റെ മകൻ വിശാല ഹൃദയമുള്ളവനാവേണമോ, ഞാൻ വിശാല ഹൃദയമുള്ളവനാവുക. എന്റെ മകൻ നല്ല സൽസ്വഭാവിയാവണോ, ഞാൻ സൽസ്വഭാവിയാവുക. എന്റെ മകൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാവണോ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാവുക. അതേ അതിന് പരിഹാരമുള്ളൂ. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമുക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മൊബൈൽ ഫോൺ അമ്മയും അച്ഛനും വന്ന് പിടിച്ചു വലിച്ച് വാങ്ങാൻ നിൽക്കണ്ട. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതെയാക്കും, നമ്മുടെ ചിന്താശേഷിയെ ഇല്ലാതെയാക്കും മൊബൈൽ ഫോൺ. മൊബൈൽ ഗെയിംസ് ഉണ്ട്, ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത കുറെ ഗെയിംസ് ഉണ്ട്. നമ്മൾ ഫ്രീ ഫയർ, പബ്ജി പോലെയുള്ള കൊല്ലുന്ന ഗെയിമുകള്. ഒരാളെ ഗണ്ണുപയോഗിച്ചാൽ വെപ്പൺസ് ഉപയോഗിക്കുന്ന ഒരു ഗെയിമുണ്ട് കുട്ടികൾ കളിക്കരുത്. കാരണം അത് കളിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊന്ന്, ഒരാളെ തോൽപ്പിച്ച്, അതുമല്ലെങ്കിൽ ഒരാളെ ശരീരത്തെ നശിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന പ്രോസസ്സാണ്. ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്, റീൽസ് കാണുന്ന സമയത്ത്, ഷോർട്സ് കാണുന്ന സമയത്ത് ഡോപ്പാമൈൻ ക്രഷ് സംഭവിക്കും. അതിൻ്റെ ഉള്ളിൽ ഡോപ്പാമൈൻ ഉണ്ടാവും. ഈ ഡോപ്പമൈൻ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുക. സ്കൂളിൽ കുറെ പഠിക്കാനുണ്ടാവും, ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും, കുറെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അമ്മയോടും അച്ഛൻ്റെയും കൂടെ ഇരിക്കാനുണ്ട്, അവരോട് സംസാരിക്കണം, കുറേയേറെ കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, അവരോട് തുറന്നു പറയണം. അവർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്, അവരെ കേൾക്കണം, കുടുംബമായിട്ട് ബന്ധപ്പെടണം, ബന്ധം കൂട്ടി യോജിപ്പിക്കണം. ഇതിനൊന്നും ഒരു മൂഡും ഉണ്ടാവില്ല. കാരണം എന്താ? ഇതൊക്കെ നമുക്ക് ഡോപ്പാമൈൻ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാ. എന്ത്? പഠിക്കുന്നത്, നല്ല മാർക്ക് വാങ്ങുന്നത്, എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവായിട്ട് നമ്മൾ പങ്കെടുക്കുന്നത്, നല്ലവൾ എന്ന് പറയിപ്പിക്കുന്നത് ഒക്കെ ഡോപ്പാമൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാ. കുടുംബ സന്ദർശനം, വീട്ടിൽ കൂടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാൻ തോന്നൂല. ഇതിനേക്കാളേറെ ഡോപ്പാമൈൻ എവിടെ നിന്നുണ്ടാവും? മൊബൈൽ ഫോൺ കാണുമ്പോൾ ഉണ്ടാവും. ഒട്ടും റിയൽ അല്ലാത്ത റീൽസ്, ഫിൽറ്റേർഡ് ലൈഫ് കാണിക്കുന്ന ഷോർട്സ്, കൊറിയൻ സീരീസുകള്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഡോക്ടർ ഇതിനൊക്കെ ചികിത്സിക്കുന്ന ആളാ. അഡിക്ഷൻ വന്ന്, മൊബൈൽ അഡിക്ഷൻ വന്ന് ആരോടും മിണ്ടുകയും പറയുകയും ചെയ്യാതെ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന മക്കളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. കുറച്ച് പ്രയാസം മാറ്റിയെടുക്കാൻ കൗൺസിലിംഗ് മാത്രം കൊടുത്തിട്ട് കാര്യമല്ല, മെഡിസിൻ മാത്രം കൊടുത്തിട്ട് കാര്യമല്ല. ചിലപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ടി വരും. കാരണം വേറെ ഒന്നിനും തോന്നാതെ മൊബൈൽ ഫോണിൽ മാത്രം ഇരിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ തലച്ചോറിനെ എത്തിക്കും. അതിനേക്കാളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ എന്താണെന്നറിയോ? ഈ റീൽസിലും ഷോർട്സിലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് എന്റെ ലൈഫിൽ ഇല്ലല്ലോ, എനിക്കങ്ങനെ ഇല്ലല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തും. പൊന്നു മക്കളെ, അതൊന്നും റിയൽ അല്ലാത്ത റീലുകളാ. അതൊക്കെ ഫിൽറ്റേർഡ് ലൈഫ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാ. അതിൽ 1% മാത്രമേ അതിൽ റിയാലിറ്റി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഫേക്കാണ്. നമ്മളത് കണ്ടിട്ട് വിചാരിക്കും, എന്റെ ജീവിതം ഇങ്ങനെയല്ലല്ലോ, എന്റെ ലൈഫ് ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആവുന്നില്ലല്ലോ. അതിൽ നമ്മളും ഒട്ടും പിറകിലല്ല അല്ലെ? മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് എനിക്കതിനൊന്നും പറ്റുന്നില്ലല്ലോ, അത് വേണ്ട, എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നതിലേക്ക് നോക്കിക്കൊണ്ട് സംതൃപ്തി അടയുവാൻ സാധിക്കണമെങ്കിൽ ആ എഡിക്ഷൻ ഉണ്ടാവരുത്. മൊബൈൽ ഫോണിൽ ലിമിറ്റ് വെക്കേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന ചിന്തയിലേക്ക് എന്റെ കുട്ടികൾ എത്തിയാൽ മതി. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ഞാൻ ഫോൺ കാണുന്നത് എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ പഠന കാര്യങ്ങൾ, എന്റെ പാഠ്യേതര വിഷയങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്, എന്റെ പ്രൊഫഷന് വേണ്ടിയാണ്, എന്റെ കരിയറിന് വേണ്ടിയിട്ടാണ്, എന്റെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന ചിന്തയിലേക്ക് എന്റെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി സാർ പറഞ്ഞതുപോലെ, ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അതിൽ അഡ്വാൻറ്റേജസിനെ മാത്രം നമ്മൾ സ്വാംശീകരിക്കണം. ഒരുപാട് നന്മകളുണ്ട്. ചാറ്റ് GPT, ജെമിനി, ഗൂഗിൾ പോലെയുള്ള സാധ്യതകളാണ്, നമുക്ക് നോളേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന സാധ്യതകളാണ് അതൊക്കെ. അതിനൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നവരായി മാറുക. അല്ലാണ്ട് വെറുതെ ഗെയിംസ് കളിച്ച്, നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരു ഗെയിമിൽ ജയിച്ചാ പിന്നെ നിർത്താൻ തോന്നുവോ? അടുത്ത ഗെയിമിൽ ജയിക്കണം തോന്നും, അടുത്തേലും
അടുത്തേലും ജയിക്കണം. ഇനി ഒരു ഗെയിമിൽ തോറ്റാലും തോന്നും അടുത്തേ ഞാൻ എന്തായാലും ജയിക്കുന്നു. പിന്നെ തോന്നും അടുത്തതിലും ഞാൻ ജയിക്കുന്നു. ഇതെന്താ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ. ഇതിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഫോണ് കിട്ടാണ്ട് വരുമ്പോ ഉമ്മ ഫോണ് കയ്യിൽ നിന്ന് വാങ്ങുമ്പോ ഉമ്മാനോട് ദേഷ്യം വരിക, ഉമ്മാനോട് വെറുപ്പ് തോന്നുക, ഉമ്മാനെ കൊല്ലണം തോന്നുക. അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഡോക്ടർ. ഉപ്പാനെ കൊല്ലണം എന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളെ. ആർക്ക് വേണ്ടി? ഈ ജീവനില്ലാത്ത മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടേ. നമുക്കൊരു ഉപകാരവും തരാത്ത ഈ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സ്നേഹനിധികളായ അമ്മേനെയും അച്ഛനെയും കൊല്ലാൻ തോന്നുക. ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആവോ? അപ്പൊ ബുദ്ധി ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്ക്, യുക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു ഈ മൊബൈൽ ഫോൺ. അതുകൊണ്ട് ചിന്തിക്കുക. പഠിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് പഠിക്കാൻ ഉപയോഗപ്പെടുത്തുക. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിൽ, സെൽഫ് റിലയബിൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾ എത്തിച്ചേരാൻ ജീവിതത്തിന്റെ, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി വിദ്യ അഭ്യസിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ പോയി പഠിക്കുമ്പോ ഐ ഹാവ് മൈ ഓൺ ഐഡിയോളജി, ഐ ഹാവ് മൈ ഓൺ ഇൻഡിവിജ്വാലിറ്റി എന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിന്റെ ഉള്ളിൽ കൊത്തിവെക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് മൊബൈൽ ഫോൺ സ്ക്രീൻ ടൈം കുറയ്ക്കുക. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും നിർബന്ധ ബുദ്ധിയിലേക്ക് എത്തുക. ദ ലാസ്റ്റ് മോസ്റ്റ് തേർഡ് വൺ ഈസ്, ഇതും കൂടെ പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ദാറ്റ് ഈസ് സെക്ഷുവാലിറ്റി. ഏറ്റവും കൂടുതൽ ഒരു ലജ്ജയും ഇല്ലാതെ, ഒരു നാണവും ഇല്ലാതെ ഇന്ന് കൗമാരപ്രായക്കാരായ കുട്ടികളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായത്. കൗമാരമാവുമ്പോ ഓപ്പോസിറ്റ് സെക്സ് മേ അട്രാക്ട്സ്. ഓപ്പോസിറ്റ് സെക്സിന് അട്രാക്ഷൻ ഒക്കെ തോന്നും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികമാണ് അല്ലേ? കാരണം ആൺകുട്ടികളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും, പെൺകുട്ടികളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും. ഈ ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ട് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഒക്കെ തോന്നിയേക്കാം. ഇറ്റ്സ് നാച്ചുറൽ. ആ അട്രാക്ഷൻ നാച്ചുറൽ ആണ്. പക്ഷെ അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് കാര്യമാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എന്തുണ്ടാവും? ഇടിച്ചു പൊടിക്കലേ. അതെന്തേനു? ക്രഷ് ഇല്ലേ? ക്രഷ് നാച്ചുറലാ. ക്രഷ് ഒക്കെ തോന്നിയേക്കാം. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഈ ക്രഷ് ഒക്കെ പോയി അങ്ങോട്ട് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷ് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഇത് നിലനിർത്തണല്ലോ. പിന്നെ ഓനോട് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓക്ക് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങേറാ. ഓക്ക് മെസ്സേജ് അയക്കുമ്പോഴോ, ഹായ് അയച്ചോളൂ, ഹലോ റിപ്ലൈ തരുമ്പോഴോ ഡോപ്പമൈൻ ഉണ്ടായി അല്ലേ? മാത്സിന് പൂജ്യക്കാരൻ മാർക്ക്. പൂജ്യം മാർക്ക് കിട്ടിയപ്പോ നമ്മൾ സ്കൂളിൽ നിന്ന് വിചാരിച്ചു അടുത്ത ദിവസം മുതൽ പഠിച്ച് ഞാൻ ഫുൾ മാർക്ക് വാങ്ങൂന്ന്. വീട്ടിലെത്തിയപ്പോഴും അമ്മാന്റെ ഫോൺ കണ്ടത്. അമ്മാന്റെ ഫോൺ കണ്ട് ഓക്കൊരു ഹായ് അയച്ചപ്പോ, അല്ലെങ്കിൽ ഓനൊരു ഹായ് അയച്ചപ്പോ പൂജ്യമൊക്കെ പോയി, എവിടേക്കോ മാഞ്ഞു പോയി. കാരണം എന്താ? മാർക്ക് വാങ്ങണമെന്ന ചിന്തയിൽ നിന്ന് നമ്മൾ മാറി. ഡോപ്പമൈൻ ഇവിടെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഓളെ ഹായ്മല് അല്ലെങ്കിൽ ഓന്റെ ഹായ്മല് എന്റെ കണ്ണ് കാണാൻ എന്ത് രസാന്ന് പറഞ്ഞ പൈലങ്ങോട്ട് വീണു പോയില്ലേ? അല്ലെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ പൈലങ്ങ് വീണു പോയില്ലേ? പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. പഠിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെൽഫ് റിലയബിൾ ആവാൻ, എന്റെ ഫ്യൂച്ചർ ലൈഫ് ഏറ്റവും മനോഹരമാക്കി മാറ്റുവാനുള്ള സമയമാണ് ഇതെന്ന ചിന്തയിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കും. കാരണം എത്ര വയസ്സ്? അഡോളസൻ പീരീഡ് ആണ്. 19 ആയിട്ടില്ല. 19-നും 23-നും ഇടയ്ക്ക് മാത്രമേ ഏറ്റവും ആപ്റ്റായ, എനിക്ക് ഏറ്റവും അനുയോജ്യമായ തീരുമാനം എടുക്കത്തക്ക രൂപത്തിൽ എന്റെ ഫ്രണ്ടൽ ലോബ് വളരുള്ളൂ. ഇതൊരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആയി മാറും. പിന്നെ അങ്ങനെ അഡിക്ഷൻ വന്ന, ലവ് അഫെയർ അഡിക്ഷൻ വന്ന കുട്ടികളെ ഡോക്ടർ കാണുന്നുണ്ട്. അമ്മയും അച്ഛനൊന്നൊരു വിഷയേ അല്ല. ഒരു പെൺകുട്ടി ചെയ്തത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഓളെ പ്രേമം 7ാം ക്ലാസ് മുതൽ ഉമ്മ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കഴിവുണ്ട് അമ്മക്ക്, ഇല്ലേ? ഉമ്മമാർക്ക് മാത്രം പഠിച്ചം കൊടുത്തൊരു കഴിവാ. എത്ര ഗുരുത്തക്കേട് കാണിച്ചാലും ആര് കണ്ടുപിടിക്കും? ആര് കണ്ടുപിടിക്കും? ഉമ്മ കണ്ടുപിടിക്കും അല്ലേ? ടെലീപ്പതി എന്നാണ് ആ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടെലീപ്പതി. ഈ ടെലീപ്പതി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അമ്മമാർക്ക് എന്തോ ഒരു തരം ഇൻസൈറ്റ്, എന്തോ ഒരു തരം ഉള്ളുവിളി പഠിച്ചോന്ന് തന്നെ കൊടുക്കും. ആ, എന്റെ കുട്ടി എന്തോ കുരുത്തക്കേട് കാണിക്കണ്ടിട്ടോന്ന്. ഈ അമ്മയ്ക്ക് അത് കുറച്ച് കൂടുതലായിരുന്നു. ഈ അമ്മ കണ്ടുപിടിച്ചു. 7ാം ക്ലാസ്സിൽ പ്രേമം പിടിച്ചു, 8ാം ക്ലാസ്സിൽ പ്രേമം പിടിച്ചു, 8ാം ക്ലാസ് ലാസ്റ്റ് ഒരു പ്രേമം പിടിച്ചു, 9ാം ക്ലാസ് ഫസ്റ്റ് ഒരു പ്രേമം പിടിച്ചു, 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് അവസാനത്തെ പ്രേമം പിടിച്ചു. ഒക്കെ ഉമ്മയല്ലേ പിടിക്കണേ? ഈ കുട്ടി എന്തേ
ചെയ്തു ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജോലികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഉമ്മ കുളിക്കാൻ വേണ്ടി പോവാ. മോളെടുത്ത് പറഞ്ഞു, മോളെ ഞായറാഴ്ച നമ്മളെല്ലാവരും വീട്ടിലുണ്ട്, മോളൊന്ന് ഫുഡൊക്കെ വിളമ്പി വെക്കണേന്ന്. കുട്ടി എന്ത് ചെയ്തു? എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചു. അമ്മ കുളിച്ച് വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ചോറിന്റെ കൂട്ടത്തിൽ കുട്ടി കറിയും വിളമ്പി വെച്ചിട്ടുണ്ട്. മോള് കറിയും വിളമ്പി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് സന്തോഷായി. അമ്മ പറഞ്ഞു, നല്ല മോള് മിടുക്കിയാണ് എന്റെ കുട്ടി, കറിയൊക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും മോളും ഒക്കെ എല്ലാവരും റൗണ്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കറിയും ചോറും ഇങ്ങനെ കുഴച്ച് ഉമ്മ വായിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോ ഉമ്മയുടെ ചോറിന് മാത്രം ഒരു മണം. ഉമ്മയുടെ ചോറിന് മാത്രം ഒരു മണം. ഉമ്മ വേഗം താഴെ വെച്ചിട്ട് പറഞ്ഞു, ഇതെന്താ എന്റെ ചോറിനൊരു മണം? എല്ലാരെയും ചോറിന് മണം ഉണ്ടോന്ന്? വേറെ ആരുടെയും ചോറിന് മണമില്ല, ഉമ്മയുടെ ചോറിന് മാത്രം മണം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മയുടെ ചോറിലേക്ക് ഒഴിച്ച കറിയിൽ മാത്രം പൊന്നുമോള് 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച ഉമ്മ ജന്മം നൽകിയ 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുത്ത് വളർത്തിയ, യാതൊരു പ്രയാസങ്ങളുടെയും കണക്ക് ബോധിപ്പിക്കാതെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ മകളുടെ നന്മയ്ക്ക് വേണ്ടി മകള് വീണുപോയ ഓരോ ചതിക്കുഴിയിൽ നിന്നും മകളെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങിയ ആ ഉമ്മയില്ലേ, സ്നേഹനിധിയായ ഉമ്മ, ആ ഉമ്മയോടുള്ള വെറുപ്പ് അവള് തീർത്തത് എങ്ങനെയാണെന്നറിയോ? ഉമ്മയ്ക്ക് ഒഴിച്ച കറിയിലേക്ക് വീട്ടിൽ എടുത്തു വെച്ചിരുന്ന പെസ്റ്റിസൈഡ് കീടനാശിനി എടുത്ത് ഒഴിച്ചു വെച്ചു അവള്. അതൊന്നും അല്ല കേട്ടോ അതിന്റെ രസം. എന്നിട്ട് ഈ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് ആരാന്നറിയോ? ഈ പൊന്നുമ്മയാ. ഈ ഉമ്മയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഉമ്മ പറയാ, ഡോക്ടർ എന്റെ കുട്ടി ഇങ്ങനെയല്ല കേട്ടോ, എന്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല, എന്താന്നറിയില്ല, എന്തോ കാരണം കൊണ്ട് ഓൾ ഇങ്ങനെ ചെയ്തു പോയതാ, നിങ്ങൾ ഓളെയൊന്ന് ഈ മാനസികാവസ്ഥയെന്ന് രക്ഷപ്പെടുത്തി തരുമോ? എന്റെ കുട്ടിക്ക് കുറ്റബോധം ഉണ്ടെന്ന് തോന്നണ്, എന്റെ കുട്ടിക്ക് പ്രയാസം ഉണ്ടെന്ന് തോന്നണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് ഇതേ ഉമ്മയാ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കുക, സ്നേഹം കാണുമ്പോ, ചാറ്റ് കാണുക, മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുതൽ കാണുമ്പോ അമ്മയും അച്ഛനും റെസ്ട്രിക്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ? വൈസ് ഡിസിഷൻ എടുക്കാനുള്ള പ്രായത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഹോർമോൺ അതിന്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഹൈ പറഞ്ഞ ഹലോ പറയാൻ തോന്നും, കണ്ണും മൂക്കും ചുണ്ടും ചിരിയും രസമുണ്ട് എന്ന് പറയുമ്പോഴത്തേന് അതിൽ വീണ് പോവാൻ തോന്നും. വീണ് പോണത് മാത്രല്ല, അടുത്ത ദിവസം കറങ്ങാൻ പോണെന്ന് തോന്നും എന്റെ കൂടെ. സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. അതിമാരകമായ അറപ്പ് തോന്നിക്കുന്ന അസുഖങ്ങളാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഇത്തരം രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോ പറയുക. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഞാൻ പോവുകയില്ല. എന്റെ സ്റ്റഡീസ്, എന്റെ ഫ്യൂച്ചർ, എന്റെ പഠനം, എന്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ്, എന്റെ കഴിവുകൾ, എന്റെ സ്കിൽ, എന്റെ ആപ്റ്റിറ്റ്യൂഡ്, ഇതിനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു ചിന്തയിലേക്കും ഞാൻ പോവുകയില്ല എന്ന ദൃഢവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക. കാരണം ഇതൊരു ഫാന്റസിയാണ്. ലവ് എന്ന് പറയുന്ന ഫാന്റസിയിലേക്ക് ഈ പ്രായത്തിൽ എത്തിക്കഴിയുമ്പോ ബാക്കിയുള്ളതിനൊന്നും ഒരു നിലയും വില ഉണ്ടാവില്ല. വാപ്പ അറ്റാക്ക് വന്ന് വീണപ്പോഴേ അവളെയും അവളുടെ കാമുകനെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത രൂപത്തിൽ അച്ഛൻ കണ്ടു. കാണുന്ന വേളയിൽ അറ്റാക്ക് വന്ന് വീഴുക. അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് അവളെടുത്ത് സംസാരിച്ചു, നീ കാരണമല്ലേ ഉപ്പയ്ക്ക് കാർഡിയാക് അറസ്റ്റ് വന്നതെന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറയാ, ഡോക്ടറെ അറ്റാക്ക് അല്ല വന്നിട്ടുള്ളൂ, വാപ്പ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. വാപ്പയെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയോ? ഉമ്മയെ നമ്മൾ ഇങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യുകയില്ല. സ്വബോധത്തോടു കൂടിയുള്ള ഒരു കുട്ടി അങ്ങനെ ചെയ്യുകയില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ ഡ്രഗ്സ് ആണ്, ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സേ നോ. ഇപ്പൊ സമയമായിട്ടില്ല, ഇപ്പൊ എനിക്ക് സമയമായിട്ടില്ല. എന്റെ കൗമാരപ്രായം, പഠിക്കേണ്ട സമയം, അത് ഏറ്റവും മികച്ചതാക്കി ഞാൻ നിലനിർത്തട്ടെ, അത് ഏറ്റവും നല്ല രീതിയിലേക്ക് ഞാൻ എത്തിക്കട്ടെ എന്ന ചിന്തയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആഫ്റ്റർ ദാറ്റ് എന്താണോ നിങ്ങളുടെ താല്പര്യം എന്നാൽ അതിലേക്ക് നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ പാരന്റ്സിന്റെ സമ്മതത്തോടുകൂടി, അവരുടെ ഗൈഡൻസോട് കൂടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഡോപ്പാമൈൻ ക്രഷ് സാധ്യമാകുന്ന നന്മയില്ലാത്ത ഈ 3 കാര്യങ്ങൾ, നിക്കോട്ടിൻ ആൻഡ് ഗാംബ്ലിംഗ് ആൻഡ് നാർക്കോട്ടിക്സ് ദെൻ സെക്ഷുവാലിറ്റി, ഈ 3 കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന പ്രായമാണ് നിങ്ങളുടെ കൗമാരപ്രായം. അതുകൊണ്ട് ബിവെയർ. എപ്പോഴും ഇതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുക്കളാവുക, ജാഗ്രതയോടുകൂടി നടക്കുക. കഴുക കണ്ണുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും നിങ്ങളെ തേടി വന്നേക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം ഉണ്ടല്ലോ, നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ, വെറുതെ കിട്ടിയതല്ല. കഷ്ടപ്പെട്ട് രാപ്പകലിരുന്ന് പഠിച്ച് പാരന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ നേട്ടം എന്ന് പറയുന്നത്. അതിനെ നിലനിർത്തുക. നിങ്ങളുടെ ഗ്രാഫ് താഴേക്കല്ല മുകളിലേക്കാണ് ഉയരേണ്ടത്. നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന അധ്യാപകരും നാട്ടുകാരും
കൂട്ടുകാരും മാതാപിതാക്കളും കുടുംബക്കാരും ആവേണ്ടതുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളെ ഓർത്ത് അപമാനിതരായി തല താഴ്ത്തി നടക്കുകയല്ല വേണ്ടത്. ആ കുട്ടിയുടെ ഉമ്മയുപ്പയാണോ പോണത്? നാട്ടുകാർ വിരൽ ചൂണ്ടി പറയും, പാവല്ലേ, ഇങ്ങനെ ചെയ്ത ആ കുട്ടിയുടെ പാരന്റ്സ് ആണത് എന്ന് പറഞ്ഞ് അപമാനിതരായി തലകൂട്ടി നടക്കുന്നതിന് പകരം എന്റെ മകളാണ്, എന്റെ മകനാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ എല്ലാവർക്കും മുൻപിൽ തലപൊക്കി നടക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും നാട്ടുകാരുമായി മാറുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ട മാണിക്യക്കല്ലുകളെ. അതുകൊണ്ട് കരളിന്റെ കഷ്ണങ്ങളായ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് നൽകുന്ന ഈ അംഗീകാരത്തെ നിലനിർത്തുക. ജീവിതത്തിൽ എന്നും ഏറ്റവും നല്ല മനുഷ്യൻ എന്ന അംഗീകാരത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരനെയും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെയും കൂട്ടുകാരെയും മാതാപിതാക്കളെയും എല്ലാ മനുഷ്യരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഹൃദയ വിശാലതയുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തുവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഏറ്റവും നല്ല മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുന്ന അമ്മമാരും അച്ഛന്മാരായും മാറുവാൻ സാധിക്കുമാറാവട്ടെ. ഏറ്റവും സന്തോഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം സംവിധാനിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം മക്കൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വീടകം അത് നരകമാണോ? മക്കളിൽ നിന്നും ഒരിക്കലും സന്തോഷം നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എൻ്റെ വീട് അത് സന്തോഷപൂർണ്ണമാക്കേണ്ട ബാധ്യത എനിക്കും എൻ്റെ ഇണയ്ക്കുമാണ്. ആ ബാധ്യത പൂർത്തീകരിക്കുക, മക്കളോട് കൂടെ ചേർന്ന് നിൽക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.